നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇബ്രാഹിം റൈസിയുടേത് കൊലപാതകമെന്ന് അറബ് രാജ്യങ്ങൾ വിധിയെഴുതുന്നു. ഇസ്രയേൽ എന്ന രാജ്യത്തേക്കാൾ മൊസാദ് എന്ന പേര് അറബ് രാഷ്ട്രങ്ങളെ ഭയപ്പെടുത്തുന്നു. അടുത്ത കുറി വീഴാൻ പോകുന്നത് ഖത്തറിനാണെന്ന് മുന്നറിയിപ്പ്. ഹമാസിന് ഒളിഞ്ഞും മറഞ്ഞും സഹായങ്ങൾ ചെയ്യുന്നത് ഖത്തറാണ്. ഹമാസിന്റെ ഉന്നത നേതാക്കളും അവരുടെ കുടുംബങ്ങളും ഖത്തറിൽ സുഖവാസത്തിലാണ്. ഈ കൊടും ഭീകരർക്ക് അഭയം നൽകുന്നത് ഖത്തർ. ഒക്ടോബർ 7 ഹമാസ് ആക്രമണം ഇബ്രാഹിം റൈസിയുടെ അറിവോടെയാണെന്ന വിവരം പുറത്തു വന്നപ്പോൾ റൈസിക്ക് കുറിവെച്ചതാണ് മൊസാദ്. റൈസിയുടെ മരണത്തിന് പിന്നിൽ മൊസാദാണെന്ന് അറബ് രാജ്യങ്ങൾ തറപ്പിച്ചു പറയുന്നത് അതുകൊണ്ടാണ്. ഹമാസിന്റെ തലവൻ യഹിയ സിൻവർ ഖത്തറിൽ സുരക്ഷിതനായി കഴിയുന്നു. ഇയാളെ പൊക്കാൻ മൊസാദ് പലതവണ ഖത്തറിൽ വട്ടമിട്ട് പറഞ്ഞു. ഇനിയും യഹിയയെ വിട്ടുകിട്ടിയില്ലെങ്കിൽ മൊസാദ് വെറുതെയിരിക്കില്ല. റൈസിയുടെ മരണം അറബ് രാജ്യങ്ങളെ പിടിച്ചുലച്ചിരിക്കുകയാണ്. ഖത്തറിന് ഭയം ഉടലെടുക്കുന്നു. യുദ്ധത്തിൽ സമാധാന ചർച്ചകൾക്കും മറ്റും മധ്യസ്ഥത വഹിച്ചത് ഖത്തറാണ്. ഹമാസിന്റെ എല്ലാ ആവശ്യങ്ങളും ഇസ്രയേലിന് മുന്നിൽ എത്തിച്ചതും വെടിനിർത്തലിനു വേണ്ടി ഇടപെട്ടതും ഖത്തറാണ്. ഇതിനിടയിലും ഹമാസിന് വേണ്ടി തുരങ്കങ്ങൾ വഴി ആയുധങ്ങൾ ഒഴുക്കിയതും ഖത്തർ. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ ഡബിൾ റോൾ കളിക്കുന്നത് ഖത്തറായിരുന്നു. 2012 മുതൽ ഖത്തർ തലസ്ഥാനമായ ദോഹയിലാണ് ഹമാസ് നേതാക്കൾ താമസിക്കുന്നത്. ഗാസയിൽ പ്രവർത്തിക്കുന്നുവെങ്കിലും ഹമാസ് ഭീകര നേതൃത്വം തങ്ങളുടെ ഭീകര പ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തിരുന്നതും ഏകോപിപ്പിച്ചതും ഖത്തർ കേന്ദ്രമാക്കിയായിരുന്നു. മൊസാദിന് വേണ്ടത് യഹിയ സിൻവറിനെയാണ്. ജൂതരാഷ്ട്രത്തിന്റെ സർവനാശം, അതാണ് യഹിയയുടെ ലക്ഷ്യം. ഈ ഭീകരൻ ജീവിച്ചിരിക്കുന്നിടത്തോളം ഇസ്രയേലിന് അപകടം തന്നെയാണ്. യഹിയയെ വിട്ടുകിട്ടണമെന്ന് ഇസ്രയേൽ പലതവണ ആവശ്യപ്പെട്ടിട്ടും ഖത്തർ ഒളിച്ചു കളിക്കുകയാണ്. യഹിയ ഖത്തറിൽ ഇല്ല എന്നാണ് ഖത്തർ ഭരണകൂടം വാദിക്കുന്നത്. റൈസിയുടെ തല വീണതോടെ ഖത്തറിന് ഇപ്പോൾ പേടി തുടങ്ങിയിട്ടുണ്ട്. 1990കളിൽ ഖത്തർ ഇസ്രയേലുമായി നയതന്ത്ര ബന്ധം സ്ഥാപിച്ചപ്പോൾ അക്കാലത്ത് സൗദികളെ അമ്പരപ്പിച്ചുവെങ്കിലും മറ്റൊരു വഴിക്കൂടെ ഗാസ നിയന്ത്രിക്കുന്ന ഹമാസിനും പിന്തുണ വാഗ്ദാനം ചെയ്തു ഖത്തർ. വൈദ്യുത ആവശ്യങ്ങൾ, പൊതുശമ്പളം, പുതിയ അപ്പാർട്ട്മെന്റ് കെട്ടിടങ്ങൾ, സ്കൂളുകൾ എന്നിവയ്ക്കായി ദോഹ ഗാസയ്ക്ക് ധനസഹായം നൽകിയിരുന്നു. ഹമാസിനെയും താലിബാനെയും പിന്തുണയ്ക്കുന്നതിൽ ഖത്തറിന്റെ പങ്ക് വലുതാണ്. ഖത്തറിന്റെ ഏറ്റവും അടുത്ത സഖ്യകക്ഷിയായ അമേരിക്ക വലിയ എതിർപ്പ് ഇതിൽ അറിയിച്ചിട്ടുമുണ്ട്. എന്നാൽ ചിലപ്പോഴൊക്കെ ഖത്തറിന്റെ ഈ ഗ്രൂപ്പുകളുമായുള്ള ഇടപെടൽ യുഎസിന് ഗുണം ചെയ്തിട്ടുമുണ്ട്. അത് യുഎസ് മുതലെടുത്തിട്ടുമുണ്ട്. മേഖലയിലെ സംഘർഷങ്ങളിൽ ഇടനിലക്കാരന്റെ റോളും യുഎസിനും മറ്റു പാശ്ചാത്യ രാജ്യങ്ങൾക്കും വിഷയങ്ങളിൽ ഏർപ്പെടാൻ കഴിയാത്തപ്പോൾ കളത്തിൽ വരുന്നതും ഖത്തറാണ്. മിഡിൽ ഈസ്റ്റിൽ മറ്റൊരിടത്തും ഇല്ലാത്ത ഒരു ബാലൻസിംഗ് ആക്ടാണ് ദോഹ കളിക്കുന്നത്. ഇത് മറ്ററബ് രാജ്യങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതും ഇറാനോടടുത്തതുമാണ്. ഇന്ന് അറബ് രാഷ്ട്രങ്ങൾക്ക് പോലും ഇസ്രയേലിനോട് പഴയ ആ ശത്രുതയില്ല. 3 തവണ അടിച്ചിട്ടും തോൽവിയേറ്റതിന്റെ പേടി കൊണ്ടുകൂടിയാവാം അവർ തങ്ങളുടെ പണി നോക്കി ഒതുങ്ങിക്കൂടുന്നത്. പക്ഷേ ഈ ഭൂലോകത്ത് നിന്ന് ഇസ്രയേലിനെ തുടച്ചു നീക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ച രാജ്യമാണ് ഷിയ മുസ്ലിം രാഷ്ട്രമായ ഇസ്ലാമിക മത കാർക്കശ്യത്തിന്റെ അവസാന വാക്കായ ഇറാൻ. അതോടെ ഇറാനെ തീർക്കുമെന്ന് മൊസാദും പ്രഖ്യാപിച്ചു. വലിയ വിലയാണ് ഇറാൻ അതിന് കൊടുക്കേണ്ടി വന്നത്. തങ്ങളുടെ കൊച്ചു രാജ്യത്തെ ഒരു മിസൈല് പോലും വീഴാത്ത തരത്തിൽ സംരക്ഷിക്കാൻ ഇസ്രയേലിന് കഴിഞ്ഞു. പക്ഷെ അവർ നിരന്തരം ഇറാന് പണി കൊടുത്തു. ഇസ്രയേൽ ഹമാസ് യുദ്ധത്തോടെ ഈ പോര് മുറുകി. ഒടുവിൽ റൈസിയുടെ മരണത്തിൽ വരെ കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. റൈസി കൊല്ലപ്പെട്ടത് അറബ് രാജ്യങ്ങളുടെ ഉറക്കം കെടുത്തുന്നത്. ഏത് നിമിഷവും മൊസാദിന്റെ വേട്ടയാടൽ ഉണ്ടാകുമെന്ന ഭയം ഖത്തറിനെ വിഴുങ്ങുന്നു. മൊസാദിന് വേണ്ട യഹിയയെ സംരക്ഷിക്കുന്നത് ഖത്തറാണ് എന്നതാണ് ഖത്തറിന്റെ തല തെറിക്കാൻ കാരണമാകുന്നത്. ഒക്ടോബർ 7 ഇസ്രയേലിലെ കിരച്ചുകയറി ഹമാസ് നടത്തിയ കൂട്ടക്കൊലയുടെ സൂത്രധാരനാണ് യഹിയ. ലോകത്തെ ഏറ്റവും സജ്ജമായ സൈനിക ശേഷി എന്ന ഖ്യാതിയുള്ള ഇസ്രയേലിനെ നാണം കെടുത്തിയ ആക്രമണമായിരുന്നു അത്. 2017 മുതൽ ഹമാസിന്റെ തലപ്പത്തുള്ള ഈ നേതാവാണ് താരതമ്യേന ദുർബലമായ സംഘത്തെ ഇസ്രയേലിന്റെ ആത്മവിശ്വാസം തകർക്കുന്ന വിധത്തിൽ വളർത്തിയെടുത്തത്. ഈ ഒരു മനുഷ്യനെ ജീവനോടെയോ അല്ലാതെയോ കിട്ടിയാൽ തീരാവുന്ന ഒരു യുദ്ധത്തിന്റെ പേരിൽ ഇപ്പോൾ 37,000-ഓളം ജീവനുകൾ ഗാസയിൽ പൊലിഞ്ഞു കഴിഞ്ഞു.
നന്നായി ഹീബ്രു ഭാഷ സംസാരിക്കുന്ന യഹിയ സിൻവറിന് ഇസ്രയേലികളുമായി അടുത്തിടപഴകാനുള്ള കഴിവ് അപാരമാണ്. അതുപോലെ തന്നെ യഹിയ ഹമാസിന്റെ യുവാക്കളെ ഈ ഭാഷ പഠിപ്പിച്ചു. തുടർന്ന് അയാൾ നടത്തിയ കെണിയാണ് ഇസ്രയേലിന് വലിയ ദുരന്തമുണ്ടാക്കിയത്. ഒക്ടോബറിലെ ഹമാസ് ആക്രമണത്തിൽ നിർണായകമായതും അതുതന്നെയാണ്. ഹീബ്രു ഭാഷ പഠിപ്പിച്ച 18,000-ഓളം പലസ്തീൻ ചെറുപ്പക്കാരെ ഇസ്രയേലി വർക്ക് പെർമിറ്റ് എടുപ്പിച്ച് സിൻവർ ഇസ്രയേലിലേക്ക് അയച്ചു. ഇസ്രയേലാകട്ടെ സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമായി ഇത് സ്വാഗതം ചെയ്തു. കാരണം ഗാസയിൽ കൂലി വളരെ കുറവാണ്. അതിന്റെ 6 ഇരട്ടിയോളം ഒരു ദിവസം ഇസ്രയേലിൽ ജോലി ചെയ്താൽ കിട്ടും. ഇസ്രയേലിലാവട്ടെ വീട്ടുജോലി അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ആളുകളെ ആവശ്യമുണ്ട്. അങ്ങനെ പ്രതിദിനം ഇത്രയേറെ പലസ്തീനികൾ രാവിലെ ഗാസ അതിർത്തിയിൽ പാസ് കാണിച്ച് ഇസ്രയേലിലേക്ക് വരികയും അവർ അവിടെ ജോലി ചെയ്യുകയും വൈകുന്നേരം ഗാസയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്തിരുന്നു. ഇങ്ങനെ രണ്ട് സമൂഹങ്ങൾ തമ്മിൽ ഇടകലരുമ്പോൾ പലസ്തീനികൾക്ക് ഇസ്രയേലിനോടുള്ള രോഷം ഇല്ലാതാകുമെന്ന് ഇസ്രയേൽ കണക്കുകൂട്ടി. പക്ഷേ ഇത് യഹിയ സിൻവറിന്റെ കെണിയായിരുന്നു. ഈ വിവരങ്ങളെല്ലാം ആക്രമണത്തിൽ പിടിക്കപ്പെട്ടവരെ ചോദ്യം ചെയ്തതോടെയാണ് പുറത്താകുന്നത്. 2023 ഫെബ്രുവരി 13 അർദ്ധരാത്രി ഇസ്രയേൽ സൈനിക വക്താവ് ഡാനിയൽ ഹെഗരി ഹമാസ് തലവൻ യഹിയ സിൻവറിനെ ജീവനോടെയോ അല്ലാതെയോ പിടികൂടുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. തീപ്പൊരി പ്രാസംഗികനും സംഘാടകനുമായ ഈ ഹമാസ് നേതാവിന്റെ തലയ്ക്ക് ഇപ്പോൾ മൊസാദ് ലക്ഷങ്ങളാണ് വിലയിട്ടിരിക്കുന്നത്. ഇയാളെ കയ്യിൽ കിട്ടിയാൽ കൊന്നു തലയെടുക്കുന്നതോടെ ഇസ്രയേലിന് അവരുടെ ദേഷ്യം അടങ്ങും. കാരണം ഇസ്രയേലിനെ ലോകത്തിനു മുന്നിൽ നാണം കെടുത്തിയത് യഹിയ സിൻവറാണ്. ആ തലയാണ് ഇസ്രയേലിന് വേണ്ടത്, പ്രത്യേകിച്ച് മൊസാദിന് വേണ്ടത്. യഹിയയെ സംരക്ഷിക്കുന്നത് ഖത്തറാണെങ്കിൽ ഖത്തറിന്റെ തലയെടുക്കുമെന്നും മൊസാദ് പ്രഖ്യാപിക്കുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.